വിവാദങ്ങൾക്കിടയിലും ഓൺലൈൻ മദ്യവിൽപ്പന എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബെവ്കോ. സംസ്ഥാന സർക്കാർ ശുപാർശ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി 24 പറഞ്ഞു. ഓൺലൈൻ മദ്യവിൽപ്പനയിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് ആവർത്തിച്ചു. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്ക് ബെവ്കോ നൽകിയ ശുപാർശ സർക്കാർ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. എടുത്തുചാടി അനുമതി നൽകേണ്ടെന്ന നിലപാടാണ് സർക്കാരിന്. എന്നാൽ ഓൺലൈൻ മദ്യവിൽപ്പന എന്ന നിലപാടിൽ ഉറച്ചു മുന്നോട്ടു പോവുകയാണ് ബെവ്കോ. ശുപാർശയ്ക്ക് സർക്കാർ അംഗീകാരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MD ഹർഷിത അട്ടല്ലൂരി 24 പറഞ്ഞു. ബാറുടമകൾക്കും ആരോപണത്തിനും മറുപടി നൽകി. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ വർദ്ധിപ്പിക്കാം, പിന്നെ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും, കസ്റ്റമറുടെ കൺവീനിയൻസും ഉണ്ടാവും. സർക്കാർ തീരുമാനിച്ചാൽ നന്നായിരുന്നു. ലെറ്റ് us keep seeing. ഓൺലൈൻ മദ്യവിൽപ്പനയിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി MB രാജേഷ് ആവർത്തിച്ചു. ബാറുടമകളുമായി ചർച്ച നടത്തേണ്ടതില്ലെന്നും മന്ത്രി 24 പറഞ്ഞു. സർക്കാർ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ആലോചിക്കുന്നില്ല. സാങ്കല്പികമായിട്ട് ഉണ്ടാകുന്ന വിവാദവും സാങ്കല്പിക പ്രതിസന്ധിക്കും പരിഹാരമില്ല. സമൂഹം അതിന് പാകപ്പെടുമ്പോൾ നമുക്കിതൊക്കെ ആലോചിക്കാവുന്നതാണ്. സർക്കാർ അനുമതി ലഭിച്ചില്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി പണം നൽകി ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങുന്നത് പരിശോധിക്കാനാണ് ബെവ്കോയുടെ ആലോചന. സർക്കാരിന്റെ അനുമതിയോടെയായിരിക്കും ആദ്യ പരീക്ഷണമായി ഈ രീതി നടപ്പിലാക്കുക. ശ്രീധർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.